എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ചോക്കോ ബട്ടർനട്ട് മഞ്ച്കിൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ആണ്, പുറത്ത് ബട്ടർനട്ട് കോട്ടിംഗ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 മുട്ട. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾക്ക് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിൽ സ്റ്റീൽ പാത്രത്തിലായാലും വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിൽ വെള്ളമൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിന് മേലെ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ നേരം വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഈ കേക്ക് വേവണ സമയം കൊണ്ട് നമുക്ക് ബട്ടർനട്ട് കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ബട്ടർനട്ട് സ്ട്രൂസൽ എന്നാണ് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. നോൺ സ്റ്റിക്കാണ് നല്ലത്, അപ്പോൾ അടിയിൽ പിടിക്കില്ല. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായി മെൽട്ടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളറ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാവുമ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കോട്ടിങ്ങിൻ്റെ കളറ് വന്നിട്ട് ശരിക്കും നല്ല ഓറഞ്ച് കളറാവും. മൈദ നല്ല ഓറഞ്ച് കളറാവും. പിന്നെ മൈദയൊക്കെ നല്ല മൊരിഞ്ഞിട്ട് നല്ലൊരു മണം വരും. അതുവരെയും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കേനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല പൊടിയായിട്ട് വരും. അവസാനം ഈ ബട്ടറും മൈദയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് നല്ല പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. ഒരുപാടല്ല, ഞാൻ കുറച്ച് 1/4 ടീസ്പൂണേ കളർ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ചേർത്താൽ കൂടുതൽ നല്ല ബ്രൈറ്റായിട്ടുള്ള ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ ഫുഡ് കളർ അത്ര നല്ലതൊന്നുമല്ലല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. ഇപ്പോൾ നമ്മുടെ ബട്ടർനട്ട് കോട്ടിംഗ് റെഡിയായി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടാവും. അത് നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ പതുക്കേനെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കേക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക. നന്നായിട്ട് നല്ല സോഫ്റ്റാണ്, അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുണ്ടകളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഉണ്ടകളും ഒരേ സൈസിൽ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുഴിക്കൈയിൽ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഒരേ അളവായിരിക്കും, ഒരേ സൈസിലുള്ള ഉണ്ടകളും കിട്ടും. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയെടുത്തു. ഇതേപോലെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗ്ലേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്ക് മിക്സാക്കാം. എന്നിട്ട് കറക്റ്റ് ആ നല്ല ഒരു തിക്കായിട്ടൊരു
ഗ്ലേസ് പോലെ കിട്ടും. അതുവരെ അങ്ങനെ മിക്സാക്കുക. ചോക്ലേറ്റ് ഗ്ലേസ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഓരോ ബോൾസും ഫസ്റ്റ് ചോക്ലേറ്റ് ഗ്ലേസിലൊന്ന് മുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ബട്ടർനട്ട് കോട്ടിങ്ങിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും പിടിക്കും. അപ്പം മേലത്തെ ലെയർ ഫുള്ള് നമ്മുടെ ഈ ബട്ടർനട്ട് കോട്ടിങ് ഉണ്ടാവും, ഉള്ളിൽ ചോക്ലേറ്റ് കേക്കും ഉണ്ടാവും. ഇപ്പോൾ അതാ ഇങ്ങനെ വേഗം തന്നെ പറ്റി പിടിക്കും. നമ്മൾ ഈ ചോക്ലേറ്റ് ഗ്ലേസ് ഉള്ള കാരണം കൊണ്ട് ഇതിൻ്റെ മേലെ പറ്റി പിടിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അതങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നു. ഇതേപോലെ നമുക്ക് എല്ലാതും റെഡിയാക്കി എടുക്കാം. ചോക്കോ ബട്ടർനട്ട് മഞ്ച്കിൻ റെഡി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് കേക്ക്, പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്ലേസ്, ബട്ടർനട്ട് കോട്ടിങ് എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ച്യൂയി മാതിരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.